95,000 കിലോമീറ്റർ ഓട്ടം. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. LX AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് ഒക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ല? 82 രൂപ കൊടുക്കാം. 82,000 രൂപക്ക് തരും. വണ്ടി കണ്ണി ചിമ്മിട്ട് എടുക്കല? മെക്കാനിക് ഫിറ്റ് നാം പറയുന്നത്. അതുപോലെ തന്നെ ടയറൊക്കെ പുത്തനാണല്ലോ? അത്യാവശ്യം നല്ല ടയർ. ഓക്കെ. അപ്പൊ 27 വരെ പേപ്പർ ഉണ്ട്? പേപ്പർ 27 ജൂലൈ വരെ പേപ്പർ ഉണ്ട്. ID ഫസ്റ്റ് പാർട്ട് വരുന്ന ഇൻഷുറൻസ് 90,000 ID ഉണ്ട്. ആ വീഡിയോ ചെയ്താൽ നല്ല ചൂടൊപ്പം പോലെ കാറുകൾ വിറ്റുപോകുന്ന ഒരു ഷോറൂം. സാധാരണക്കാരെ വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ A1 യൂസ്ഡ് കാറിലാണ്. ലതീഷ് ബ്രോ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇവിടുത്തെ ഓണറാണ് ലതീഷ് ബ്രോ. നമ്മള് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓൾറെഡി ഇപ്പോ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ 5.5 ലക്ഷത്തിനുള്ളിലായിട്ട് വണ്ടികളെ കാണിക്കുന്നത്. അതായത് മോഡൽ കൂടിയ വാഹനങ്ങളുണ്ട്, മോഡൽ കുറഞ്ഞ വാഹനങ്ങളുണ്ട്. പക്ഷെ നോർമൽ ബഡ്ജറ്റുള്ള വാഹനങ്ങളാണ് കേട്ടോ. ഫുൾ എല്ലാം കാണിക്കുന്നത് നോർമൽ ബഡ്ജറ്റ് ആണ് ബ്രോ. പിന്നെ ഈ ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2018 ശേഷം എല്ലാ വണ്ടികൾക്കും 6 മാസത്തെ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി കിട്ടും. 2018 ബിലോ 2018 എല്ലാതും 7 ദിവസം ചെക്കിംഗ് വാറണ്ടി, ഷോറൂം വാറണ്ടി കൊടുക്കുന്നതാണ്. ഓക്കെ. 50,000 മുതൽ 5,60,000 വരെ റേഞ്ചിലെ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ 1 ലക്ഷത്തിന്റെ ഉള്ളിൽ കുറെ വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ? ചെക്കിംഗ് വാറണ്ടി കിട്ടുന്നതാണ്. 7 ദിവസം ചെക്കിംഗ് വാറണ്ടി എന്തായാലും. നിങ്ങൾ ചെക്കിംഗ് വാറണ്ടി നിങ്ങൾ ഒരാഴ്ച കൊടുക്കൂല്ലേ? കൊടുക്കും എന്തായാലും. ഓക്കെ. അപ്പൊ ഒരു ടെൻഷനും വേണ്ട എടുക്കുന്ന ആൾക്ക്. അപ്പൊ നമ്മളെ ലൊക്കേഷൻ എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കും? പയ്യന്നൂർ സെൻട്രൽ ബസാറില് ഇടോപ്പ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ. പയ്യന്നൂറാണ്, കണ്ണൂർ ഡിസ്ട്രിക്ട് ആണ്. അപ്പോ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാനും മൂപ്പരെ നമ്പർ വീഡിയോയിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ബ്രോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? നേരെ വണ്ടിയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം കേട്ടോ. കാരണം ഇവിടെ ഒരു 30 വണ്ടികളുണ്ട് കാണിക്കാൻ അല്ലേ? ഓക്കെ. 2 ലക്ഷത്തിന്റെ ഉള്ളിലുള്ള വാഹനങ്ങൾ കാണിച്ചു കൊടുക്കാം അല്ലേ? ഇത് ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ്. ഇത് ആൾട്ടോ കാർ എങ്ങനെയായിരുന്നു? 2012 വണ്ടി. 2012 വണ്ടി. ഒരു ഗ്രേ കളറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇത് എക്സ്ചേഞ്ച് എടുത്താണ്. സൈഡ് ചെറിയ തട്ട് തട്ടിയിട്ടുണ്ട്, ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടി. സൈഡാണ്. ബോണറ്റ് മാറിക്കണം. ബോണറ്റ് മാറിയിട്ടുണ്ട്. അപ്പോണ്ട് പണി എടുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് ഫൈനലായിട്ട് നമുക്ക് ഓഫറിൽ കൊടുക്കാം. 1.15 കൊടുക്കാം. 1.15 കൊടുക്കാം. ഓക്കെ. അബ്രോണ് പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് അല്ലേ? അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. അബ്രോണ് പ്രശ്നമുണ്ട്. ഇനിയിപ്പോ അതൊന്നും പ്രശ്നമല്ല, ചെറിയ പൈസക്ക് വണ്ടി കിട്ടുന്നുണ്ട്, അങ്ങനെ നോക്കുന്ന ആൾക്ക് പറ്റൂല്ലേ? ഓടിച്ചു പഠിക്കാനും കാര്യം 1.15 ഫൈനൽ കൊടുക്കാൻ പറ്റും. അതെ. ഓക്കെ. ഈ ഓടിച്ചു പഠിക്കാനുള്ള പറ്റിയ വണ്ടി. അപ്പൊ ആവശ്യക്കാർ വന്നോട്ടെ. ഇവിടെ നമുക്കൊരു കിണ്ണം പോലത്തെ കളറിൽ വന്നിട്ടുണ്ട് ടാറ്റന്റെ ടിയാഗോ. ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2019 ഫുൾ ഓപ്ഷൻ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 58,000 കിലോമീറ്റർ ഓട്ടം. 59 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ഫുൾ ഓപ്ഷൻ 3.85 കൊടുക്കാം. 3.85 കൊടുക്കാം. എത്ര മോഡലായിരുന്നു? 2019 വണ്ടി. 19 വണ്ടിയാണ് കേട്ടോ. അത് ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റൂല. ഇത് 2 കളറിൽ വന്ന വണ്ടിയാ? ഓക്കെ. വേറെ ഇടിയും കുത്തൊന്നുമില്ല? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. മാക്സിമം ഫുള്ളി ലോൺ ചെയ്യാം. അലോയ് വീല്, ഡുവൽ ടോൺ കളർ, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വണ്ടിയാണ്. അലോയ് സെക്ടർ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കളറുമാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു വാഗണർ കാണിച്ചു കൊടുക്കാം. ഇത് 2007 വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് 95,000 കിലോമീറ്റർ ഓട്ടം. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. LX AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് ഒക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ല? 82 രൂപ കൊടുക്കാം. 82,000 രൂപക്ക് തരും. വണ്ടി കണ്ണി ചിമ്മിട്ട് എടുക്കല? മെക്കാനിക് ഫിറ്റ് നാം പറയുന്നത്. അതുപോലെ തന്നെ ടയറൊക്കെ പുത്തനാണല്ലോ? അത്യാവശ്യം നല്ല ടയർ. ഓക്കെ. അപ്പൊ 27 വരെ പേപ്പർ ഉണ്ട്? പേപ്പർ 27 ജൂലൈ വരെ പേപ്പർ ഉണ്ട്. ID ഫസ്റ്റ് പാർട്ട് വരുന്ന ഇൻഷുറൻസ് 90,000 ID ഉണ്ട്. ആവശ്യക്കാർ വരട്ടെ. ഇവിടെ കാറ് കറുത്തൊരു കരിമ്പുലി. ഇതാ സാൻഡ്രോ കാറ്. എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2010 മോഡൽ 2030 വരെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. പുതിയ പേപ്പർ എടുത്ത വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റേറ്റ് വരുന്നത് നമുക്ക് 1 രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം അല്ല? നല്ല കിണ്ണം പോലത്തെ വണ്ടി നാ മൂപ്പർ പറയുന്ന കേട്ടോ. ഇന്റീരിയർ ഭാഗത്തൊക്കെ ഇത് AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലോ? എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഒരു വണ്ടിക്ക് അത്യാവശ്യം വേണ്ട സെറ്റപ്പ് എല്ലാം ഉണ്ട്. പിന്നെ പവർ വിൻഡോ ആവശ്യക്കാർ ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ. ഇവിടെ നമ്മളൊരു നാനോ കാർ കാണിച്ചു കൊടുത്താലോ?
ഇത് 2013 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. 13 മോഡലാണ്. 42,000 കിലോമീറ്റർ വണ്ടി. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. AC വണ്ടി. നമുക്ക് ഫൈനൽ 52 രൂപ കൊടുക്കാം. AC ഉണ്ടാവും. 2 ഡോർ പവർ വിൻഡോ വരുന്നില്ലേ? 2 ഡോർ പവർ വിൻഡോ. ഓക്കെ. 52,000 കൊടുക്കല. 52 ഫൈനൽ കൊടുക്കാം. വേറെ മെക്കാനിക് ഒക്കെ എന്ത് പാട് ബ്രോ? വേറെ പ്രശ്നമൊന്നുമില്ല. മെക്കാനിക്കൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി. ഇത് 2016 മോഡല് ഓട്ടോമാറ്റിക് VX വണ്ടി. 16 വണ്ടി VXi ആണ് കേട്ടോ, LXi അല്ല. ഓക്കെ. എത്ര ഓട്ടം ഉണ്ട് ഇത്? 52,000 കിലോമീറ്റർ ഓട്ടം. 52,000 ഓടിച്ചുള്ളൂ. തേർഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. ഓൾട്ടോ കേട്ടൻ. ഇതിന് മെയിൻ ഗ്ലാസും ബാക്ക് ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസും ബാക്ക് ഗ്ലാസ് മാത്രം. ഓക്കെ. ഇത് നമുക്ക് ഫൈനലായിട്ട് 2,40,000 രൂപ കൊടുക്കാം. 2,40,000 കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞിക്കണ, ഞാൻ കേട്ടില്ല പറഞ്ഞത്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതും 2,40,000 കൊടുക്കാം. 2,40,000. അത് ഫുള്ള് ലോണ്. 100% ലോൺ. ഒരു നയാ പൈസ വേണ്ട കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ നല്ല ഖീദുമത്തിന്റെ ഒരു 7 സീറ്റ് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ? സ്വിഫ്റ്റ് കാറിന്റെ പൈസ കൊടുക്കാം. റിനോൾട്ടിന്റെ ഡ്രൈവർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇതിന്റെ മോഡൽ കാര്യങ്ങൾ 2022 വണ്ടി. 22 വണ്ടി. സിംഗിൾ ഓൺഷിപ്പ്. 58,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ RXT വേരിയന്റ് വണ്ടി. 5,60,000 കൊടുക്കാം. 5,60,000 കൊടുക്കാം. അതും ഫുള്ളി ലോണിൽ കൊടുക്കാം. ഒരു നയാ പൈസ ഇല്ലാണ്ട് ഈ വണ്ടി ഇറക്കാൻ പറ്റും കേട്ടോ. വണ്ടി വേറെ റീപ്ലേസ് ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വണ്ടി അല്ലേ? തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല. നല്ല ക്ലീൻ പീസ്, പെട്ടി പീസ് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു ഖിദ്മത്തിന്റെ GT, അതും വോക്സ്വാഗന്റെ പോളോ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. GT ആണ്. ബ്രോ എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങളെ? 2015 വണ്ടി. തേർഡ് ഓൺഷിപ്പ് വണ്ടി. 1,01,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പോളോ GT TSI. പെട്രോൾ ആണ്. ഓട്ടോമാറ്റിക്. ഇതിന് റേറ്റ് വരുന്നത് ഹൈലൈറ്റ് നമുക്ക് 4,90 ഫൈനൽ കൊടുക്കാൻ പറ്റും. 4,90 ഫൈനൽ കൊടുക്കാം. മാക്സിമം ഫുൾ ലോണിൽ ചെയ്യാം അല്ല? ആവശ്യക്കാർ വരട്ടെ. നല്ല കിണ്ണം പോലത്തെ വണ്ടിയല്ലേ? ഒന്നും നോക്കാനില്ല. നമ്മളെ പുതിയ റോട്ടിലൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഖിദ്മത്തിന്റെ പോക്ക് പോവാ. ഇവിടെ ഒരു നല്ല കിളിച്ചുണ്ടും മാമ്പഴം, നല്ല മഞ്ഞ കളറാണ്. എങ്ങനെയായിരുന്നു ബ്രോ ഇത്? ടാറ്റന്റെ ടിയാഗോ സ്പോർട്സ് എഡിഷൻ ബേസ് വേരിയന്റ് സ്പോർട്സ് എഡിഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. 65,000 കിലോമീറ്റർ. ആണെങ്കിൽ പോലും അഡീഷണൽ ആയിട്ട് സെൻട്രൽ ലോക്ക്, പവർ വിൻഡോസ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടി. ഓക്കെ. നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാം. 3,40,000 രൂപ ഫുള്ള് ലോൺ കൊടുക്കാം. 3,45 കൊടുക്കാം. ഫുള്ള് ലോണിൽ കൊടുക്കാം അല്ലെ? ഇത് ആൻഡ്രോയിഡ് ഒക്കെ എക്സ്ട്രാ ഫിറ്റ് കയറിയതാണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ്. 3,40,000 രൂപ ഫൈനൽ കൊടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ്, പെട്ടി പീസ് അല്ല? ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ മതി. ഒരു 7 സീറ്റ് വാനാണ് നിങ്ങളെ കാണിക്കുന്നത്. ഡീസൽ എടുക്കുന്ന പൈസ പോലും വേണ്ട. അതെ അതെ. മഹീന്ദ്രന്റെ TUV ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം കേട്ടോ. സത്യം. ചിലപ്പോ ഈ വീഡിയോയിൽ ഫസ്റ്റ് പോകുന്ന ഈ വണ്ടി ആയിരിക്കും. ഉറപ്പാണ് ഞാൻ പറയുന്നത്. 2017 അല്ല, മാക്സിമം വില നിങ്ങൾ വില പൊട്ടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞ വിലയൊക്കെ നോർമൽ വിലയാണ്. 5,400 മേലൊക്കെ മാർക്കറ്റ് ഉണ്ട്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ? ഫുൾ 2017 വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റോ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ 43,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വെറും 43,000 കിലോമീറ്റർ മാത്രം. ജെനുവിൻ ആണ് കിലോമീറ്റർ. ഓക്കെ. T4 ആണ് വേരിയന്റ് വരുന്നത്. വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നെറ്റായിട്ട് 4,90 കൊടുക്കാം ഫൈനല്. 4,90 വേണ്ട, 4,45 കൊടുക്കാം. 4,45 ഫൈനൽ കൊടുക്കാം. 4,45 ഫൈനൽ ചെയ്യാം. ഫുള്ള് ലോണിൽ ചെയ്യാം. കിണ്ണം പോലത്തെ ടാറ്റന്റെ അൾട്രോസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് പെട്രോളോ ഡീസലോ വണ്ടി? ഇത് പെട്രോൾ തന്നെ ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ? അൾട്രോസ് പെട്രോൾ. ഡീസൽ ഉണ്ടല്ലേ? ഇത് പെട്രോൾ വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2020 വണ്ടി. സിംഗിൾ ഓൺഷിപ്പ്. 46,000 കിലോമീറ്റർ. എക്സെഡ് എന്ന് പറഞ്ഞ വേരിയന്റ്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫൈനൽ 4,90 കൊടുക്കാൻ പറ്റും. 4,90 കൊടുക്കല്ലേ? 2020 വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഓപ്ഷൻസ് ആണ്. മിഡിലാ ഫുള്ളായത്? ഫുള്ളാണ്. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങള്, കമ്പനി സെറ്റ്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോഗർ, ഡീഫോഗർ എല്ലാ സെറ്റും വരുന്ന ഒരു വണ്ടി. അതും 4,90 കൊടുക്കാം. ഫൈനൽ കൊടുക്കാം. എത്ര പൈസ ഇറക്കാൻ പറ്റും? നമുക്കൊരു 50 രൂപ ഇറക്കാം. മതിയാവൂല? ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളല്ല. ഓക്കെ. ഇവിടെ ഒരു ചെറിയ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഇയോണ് 2017 സെക്കൻഡ് ഓൺഷിപ്പ്. 38,000 കിലോമീറ്റർ വണ്ടി. വെറും 38,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ അല്ലെ? ഓക്കെ. വേറെ ഇടികുത്ത്
ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആ നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. എത്ര കൊടുക്കാം ബ്രോ ഇത്? നമുക്ക് 2.35 ഫൈനൽ കൊടുക്കാം. 2.35 കൊടുക്കാം. ഇത് ഓപ്ഷന് മിഡിലാ വരുന്നേ? ഇറ പ്ലസ് എന്ന് പറഞ്ഞ ഇറ പ്ലസ് ആണ് പിന്നെ ഇന്ത്യയുടെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി മെക്കാനിക് ഒക്കെ കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല. ഒന്നുമില്ല അല്ല. എടുക്കുന്ന ആൾക്ക് എണ്ണടിക്കാൻ ഓടാല്ലാതെ വേറെ പണിയില്ല. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. ഇവിടെ ഒരു കിതുമത്തിന്റെ ഒരു സ്വിഫ്റ്റ് കാർ, ഇത് ഡീസലാ ബ്രോ? ഡീസൽ വണ്ടി. ഡീസലാണ്. 13 വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് 78,000 കിലോമീറ്റർ ഓട്ടം. ഇതിന് ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം. മേജറാ മൈനറാ? മൈനറാണ്. വേറെ അപ്രോണ് അങ്ങനത്തെ അടിയ പാനല് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് മാത്രം. ഓക്കെ, അത് ആവശ്യക്കാർ വന്ന് ഫുൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളി കേട്ടോ. വേറെ മേജർ ഇടിയല്ല, മൈനർ എന്നാ പറയുന്നത്. ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. കമ്പനി ഓൾമോസ്റ്റ് 40,000 കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ്, പിന്നെ ബാക്കി 4 പുത്തൻ ടയേഴ്സ്. ഓട്ടോ എത്ര ഉള്ളത്? 78,000. ഓട്ടോ കുറവാണല്ലോ, ജെന്യൂൻ ഓട്ടോ ആണ്. വേറെ എത്ര കൊടുക്കാം ബ്രോ? നമുക്ക് 3,55,000 നോക്കാം. 3,55 കൊടുക്കാം. മാക്സിമം ഒരു 10-25 രൂപ ഇറക്കാൻ പറ്റും. ഇവിടെ ഡിസൈർ ഒരു 4-5ഓളം പീസുകൾ ഉണ്ട്. അത് പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. കാരണം ഡിസൈറിനോട് കമ്പക്കാർ കൂടുതലാണ്, ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ 4 പീസ് ഉണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ അല്ലെ. നമുക്ക് ആദ്യം ഈ വൈറ്റ് കാണിച്ചു കൊടുക്കാം. വൈറ്റ് വരുന്നത് 2013 മോഡൽ 14 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണിൽ 95,000 കിലോമീറ്റർ വണ്ടി. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ZDI വണ്ടിയാണ്. ZDI ആണ്. പിന്നെ അലോയ്സ് ഒക്കെ വരുന്ന വണ്ടി. മൈനർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ബാക്ക് ഡിക്കി റീപ്ലേസ് ആണ്. ഡിക്കി മാത്രം, വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഡിക്കി റീപ്ലേസ് ഉണ്ട് അല്ലേ? ഡിക്കി റീപ്ലേസ്. ഓക്കെ. ആകെ 95,000 ഓടിയിട്ടുള്ളൂ. അതും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. 4 ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ അലോയ്സ്. എത്ര കൊടുക്കാം ബ്രോ ഇത്? നമുക്ക് ഫൈനൽ 3,75 ഫൈനൽ കൊടുക്കാം. 3,75 കൊടുക്കല. മാക്സിമം എത്ര ചെയ്യാൻ പറ്റും ലോൺ? നമുക്ക് ഒരു 3 രൂപ ലോൺ ചെയ്യാം. 3-3.5 ലോൺ ചെയ്യല. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഓക്കെ. ഇവിടെ വീണ്ടും ഒരു ഡിസൈറിന് കാണിച്ചു കൊടുക്കാം. ഡിസൈർ ഇത് 2015 പെട്രോൾ വണ്ടി. ഇത് ന്യൂ ഷേപ്പിൽ വന്നല്ലേ? ന്യൂ ഷേപ്പ്. എങ്ങനെയായിരുന്നു? ഇത് 15 പെട്രോൾ VXI 50,000 കിലോമീറ്റർ വണ്ടി. 50,000 ഓടിച്ചുള്ളൂ. 50-70 ആ റേഞ്ചിലാണ് ഓടിയത്. ഓക്കെ. സിംഗിൾ ഓണർ ആണ് വണ്ടി. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഫൈനലായിട്ട് 3,90 കൊടുക്കാൻ പറ്റും. 3,90 കൊടുക്കല. 15 വണ്ടി. ഓപ്ഷൻ വരുന്ന VXI ആണ്, പെട്രോൾ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് ലോക്കാണ്. അത് നിങ്ങൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താല്. പിന്നെ 3 എത്ര പറഞ്ഞത്? ഇത് 3,90 കൊടുക്കാം. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ചെയ്യാം? നമുക്ക് 3-3.5 ഫോൺ ഇതെടുക്കാം. ചെയ്യാൻ പറ്റൂല? ഇറക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ നമുക്കൊരു സിൽവർ കളറിൽ വരുന്ന ഒരു ഡിസൈർ. ഇത് 15-16 വണ്ടി. 16 രജിസ്റ്റർഡ് ആയിട്ടുള്ള ഒരു വാഹനം അല്ല. ഇത് ഡീസലാ പെട്രോളാ? ഇത് പെട്രോൾ വണ്ടി. ഓക്കെ. ഏതാ ഓപ്ഷന്? ഇത് VXI വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് വണ്ടി. ഓക്കെ. 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 50,000 ഓടിയിട്ടുള്ളൂ. 15 മോഡൽ 16 രജിസ്ട്രേഷൻ. ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഫൈനലായിട്ട് 4,25,000 നെറ്റ് കൊടുക്കാൻ പറ്റും. 4,25 നെറ്റ് കൊടുക്കുക. പിന്നെ മാക്സിമം 10-50 ഉറുപ്പിക ഇറക്കാൻ പറ്റും. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ കാണിച്ച 2 പെട്രോൾ ഇപ്പൊ ലാസ്റ്റ് കാണിച്ച 2 വണ്ടി റീപ്ലേസ് മറ്റേതാണ് റീപ്ലേസ് ഉള്ളത്. ഡിക്കി മാത്രം റീപ്ലേസ്. ഓക്കെ. ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഡിസൈർ. ഇത് മോഡൽ കുറഞ്ഞ വാഹനം അല്ല? ഇത് 2011 വണ്ടി. പുതിയ പേപ്പർ എടുത്തിക്കണോ? ഇല്ല, പുതിയ പേപ്പർ എടുത്തു തരും. പുതിയ ടാക്സ് അടിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ. തേർഡ് ഓൺഷിപ്പ് വണ്ടി. 1,05,000 കിലോമീറ്റർ ഓടി. VXI വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് VXI പെട്രോൾ വണ്ടി. ഇത് റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. ഓക്കെ. വണ്ടി മെക്കാനിക് ഒക്കെ എന്തുപാട്? കുഴപ്പമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല റണ്ണിങ് കണ്ടീഷൻസ്. ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. എത്ര കൊടുക്കാം ബ്രോ? നമുക്ക് ടാക്സ് പേപ്പറിൽ എടുത്തിട്ട് 1,80 കൊടുക്കാം. 1,80 കൊടുക്കാം അല്ല? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വരട്ടെ. ഈ ലോൺ കിട്ടോ? ഇനി ലോണ് ശ്രീരാമ ചെയ്യുന്ന മാക്സിമം 1 രൂപ റേഞ്ച് കിട്ടുമായിരിക്കും. നോക്കാം. ഓക്കെ. ആവശ്യക്കാർ വരട്ടെ. ഇവിടെ ആൾട്ടോ കാർ അത് സെയിൽ ആയതാണ്. ഇവിടെ സെലേരിയോ കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയായിരുന്നു? സെലേരി ഓട്ടോമാറ്റിക് 2000 ഓട്ടോമാറ്റിക് ആണ്. 2015 വണ്ടി. തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 60,000 കിലോമീറ്റർ ഓടിനി. റേറ്റ് വരുന്നത് 3,15,000 കൊടുക്കാം. 3,15 കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. അതും 2015 വണ്ടി.
ഓപ്ഷൻ വരുന്ന ZXi DXi അല്ലേ? ഓക്കെ. വേറെ തട്ടുമുട്ട് ഇടി കുത്ത് ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ്, പെട്ടി പീസ് അല്ലേ? ഓക്കെ. കണ്ണ് ചിമ്മിറ്റും കണ്ണ് തുറന്നിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോള്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇച്ചപുളി ടാറ്റന്റെ പഞ്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2023 പഞ്ച് പ്യൂർ എന്നുള്ള ബേസ് വേരിയന്റ് വണ്ടി. ഓക്കെ. 2 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങൾ വരുന്ന വണ്ടി. 55,000 കിലോമീറ്റർ ഓട്ടം. കമ്പനി സർവീസ് ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഓക്കെ. ഇത് നമുക്ക് ഫൈനലായിട്ട് 4,90 കൊടുക്കാം. 4,90 കൊടുക്കാം. അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വരട്ടെ. വേറെ ഇടി കുത്തൊന്നുമില്ല. നല്ല ക്ലീൻ പീസ് ആണ്, പെട്ടി പീസ് ആണ്. ഇവിടെ നമുക്കൊരു ഇഗ്നീസ് കാണിച്ചു കൊടുത്താലോ? എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2021 വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല. സോറി, ഇതിന് മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ. കമ്പനി അണ്ടർ വാറണ്ടി എടുത്ത വണ്ടിയാ. കമ്പനി സർവീസ് ആണ്. പോയിട്ട് 65,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. സിഗ്മ എന്ന് പറഞ്ഞ പേരിന്റെ വണ്ടി. ഓക്കെ. അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് റേറ്റ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് 4,40 കൊടുക്കാം. 4,40 കൊടുക്കാം. 4,40 ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. വില കുറച്ച് തരും. 4,40 ചോദിക്കുന്നത്. മാക്സിമം ഫുള്ളി ലോൺ ചെയ്യാലേ? ഓൾമോസ്റ്റ് 3,80 എന്തായാലും കിട്ടും. ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. അപ്പോ ലാസ്റ്റ് വണ്ടിയാണ് ഇവിടെ നിങ്ങൾ കാണിച്ചത്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഒരു 2-3 നമ്പർ ഉണ്ട് കേട്ടോ, അതിൽ വിളിച്ചാൽ മതി. പിന്നെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്ട് ആണ്. പയ്യന്നൂർ സെൻട്രൽ ബസാറില് വീടോപ്പ് അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. എവിടെ റെയിൽവേ സ്റ്റേഷൻ വണ്ടി ഇറങ്ങിയാലും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ വണ്ടി ഇറങ്ങിയാലും നിങ്ങൾ നേരെ ചോദിക്കുന്നത് വീടോപ്പ് അമ്പലം നേരെ ഓപ്പോസിറ്റ്. അപ്പോ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഓക്കെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.